നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ചരിത്രത്തിലാദ്യമായി നമ്മുടെ കേരളത്തിൽ ഒരു കോർപ്പറേഷൻ അങ്ങനെ ബി.ജെ.പി. പിടിച്ചെടുത്തിരിക്കുകയാണ്. അതും കേരളത്തിന്റെ തലസ്ഥാനമായ കേരളത്തിന്റെ തലയായ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. പിടിച്ചിരിക്കുന്നത്. തല പിടിച്ചു, ഇനി ഉടല് പിടിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയെന്നാണ് പുതിയൊരിത്. മാറാത്തത് മാറ്റി, മാറ്റാത്തത് മാറ്റി എന്നൊക്കെയുള്ള ഹാഷ്ടാഗോടുകൂടിയുള്ള വലിയ ഭൂരിപക്ഷത്തോടുകൂടിയ വിജയം. എന്തായാലും ഇതൊരു ഒരു നടപടിക്രമം മാത്രമാണ്, സാധാരണ സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വോട്ടെടുക്കൽ. കാരണം 50 സീറ്റ് ലഭിച്ചുവെങ്കിലും കേവല ഭൂരിപക്ഷത്തിൽ എത്താത്ത സാഹചര്യത്തിൽ ഒന്നാമത്തെ, അതായത് പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കൂടിയുള്ള പിന്തുണ ബി.ജെ.പിക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 51 സീറ്റ് ബി.ജെ.പി. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥ് പറഞ്ഞ പോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പും വിജയിക്കാൻ വേണ്ടി അല്ലല്ലോ, നമ്മൾ നമ്മുടെ ഒരു പ്രതികരണം കാണിക്കുന്നു, നമ്മളുടെ ഒരു അജണ്ട കാണിക്കുന്നു, അല്ലാതെ പേടിച്ചു മാറേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് എന്തായാലും പൊരുതാം എന്നുള്ള അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മത്സരം എപ്പോഴും നല്ലതാണ്. അല്ലാതെ വെറുതെ അങ്ങ് കയറി മേയറാകുന്നത് അത്ര ശരിയല്ലല്ലോ. എല്ലാ മത്സരം അതിൻ്റെതായ രീതിയിൽ തന്നെ വരട്ടെ എന്നുള്ളതാണ്. എന്തായാലും മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി രാജേഷ് മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ ഒരു മുഹൂർത്തം, ഈ ഒരു നിമിഷം, ചരിത്ര നിമിഷത്തിൽ അധ്യക്ഷന് അല്ലെങ്കിൽ ചരിത്ര നിമിഷം താൻ നേരിൽ കാണാനും അവിടെ തന്റെ ഒരു സാന്നിധ്യം അറിയിക്കാനുമായി സുരേഷ് ഗോപി നേരിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി പറയുന്നത് ഇത് കഴിഞ്ഞ വർഷമേ നടക്കേണ്ടതായിരുന്നു, പക്ഷെ ചില കാരണങ്ങളാൽ കഴിഞ്ഞ വർഷം നടന്നില്ല. അതിന്റെ ഭവിഷ്യത്ത് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചതാണ്. അതെന്തായാലും ജനങ്ങൾ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായും ഇതൊരു മുഹൂർത്തം തന്നെയാണ്, ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം എന്തായാലും വന്നിരിക്കും, അദ്ദേഹം നൽകിയ ഉറപ്പാണ്. അതുകൊണ്ട് തീർച്ചയായും സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ പ്രകാരം തീർച്ചയായും നരേന്ദ്രമോദി ഇവിടെ എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും നരേന്ദ്രമോദിയുടെ വരവിനായുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എന്തായാലും സ്വാഭാവിക നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വി രാജേഷ് ഇപ്പോൾ മേയറായി, തലസ്ഥാനത്തെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയറായിട്ട് ആശാ ഗോപിനാഥും ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇവരുടെ ഭരണ മികവ് എത്രത്തോളം ഉണ്ട് എന്ന് ഇനി വരുന്ന 5 വർഷം നമുക്ക് കാണാം. തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും ഈ ഒരു കൃത്യമായിട്ടും ഈ ഒരു ദിവസത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തൊരു വ്യക്തിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും വി രാജേഷിന്റെ കൃത്യമായ ഭരണ മികവ് നമുക്ക് കാണാം. എന്തായാലും സുരേഷ് ഗോപി അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും അല്ലേ, കേരളത്തിന് തന്നെ അഭിമാനകരമായ നിമിഷമാണ്. തിലകമണിയും എന്നത് വിശ്വാസമായിരുന്നു, ഉറപ്പായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം സംഭവിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഒരുപക്ഷെ സംഭവിക്കാത്തതിന് നടന്ന ചില അപകടാവസ്ഥകളുണ്ടായിരുന്നു. അത് ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയ ഒരു കൗണ്ടറിങ് സച്ച് അനോമലീസ്, ആ തത്വത്തിൽ നമുക്കിത് എഫക്റ്റീവായിട്ട് വിജയമാക്കി തീർക്കാൻ സാധിക്കും.